Dear students, ഇന്ന് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത് അയോണിക് ക്രിസ്റ്റലിലെ ഇൻട്രാക്ഷൻ എനർജി ഏതാണെന്ന്. പിന്നെ അയോണിക് ക്രിസ്റ്റലിൽ നിങ്ങൾക്കറിയാം there will be positive ions and negative ions, and this ionic bond means it is the electron interaction between a positive ion and negative ions. The electronic configuration of all ions of a simple ionic crystal corresponds to closed electric shells as in the inert gas atoms. That means ഇപ്പോൾ നമ്മൾ ലിഥിയം നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻ്റ് ആണ്. 3 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഉള്ളത്. 1s2 ഉണ്ട്, 2s1 ഉണ്ട്. അപ്പോൾ അത് ലിഥിയം പ്ലസ് ആയി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? 1s2 ആയിട്ട് മാറി. അതായത് അതൊരു ഇനേർട്ട് ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ. അതുപോലെ മിക്കവാറും എല്ലാ അയോണിക് ക്രിസ്റ്റൽസിലും അയോൺസിന് വരുന്നത് ഒരു ഇനേർട്ട് ഗ്യാസിൻ്റെ ഇലക്ട്രിക് ഷെൽ, ക്ലോസ്ഡ് ഇലക്ട്രിക് ഷെൽസ് ആസ് ഇൻ ദ ഇനേർട്ട് ഗ്യാസ് ആറ്റംസ് ആണ്. അതുപോലെ ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറിന് എത്ര വരുന്നുണ്ട്? 5 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തും കൂടെ വന്ന് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടുന്നുണ്ട് 2s2 2p6 എന്നുള്ളത്. അതും എന്താണ്? കംപ്ലീറ്റ് ഒക്ടറ്റ് സ്ട്രക്ചറാണ്. The charge distribution of each ion in an ionic crystal we have approximately spherical symmetry with some distortion near the region of contact with the neighboring atom. അപ്പോൾ ഇതിൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇനേർട്ട് ഗ്യാസിൻ്റെ കേസിലുള്ള പോലെ തന്നെ ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി സ്ഫെറിക്കലി സിമെട്രിക് ബിക്കോസ് അത് ക്ലോസ്ഡ് ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷനാണ് വരുന്നത്. അവിടെ ചെറിയൊരു ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൈബറിങ് ആറ്റത്തിൻ്റെ വരുന്ന ആ ഒരു റീജിയനിൽ ചെറിയൊരു ഡിസ്റ്റോർഷനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മളൊരു എക്സാമ്പിളായിട്ട് നോക്കുന്നത് സോഡിയത്തിൻ്റെ കേസിൽ സോഡിയത്തിൽ നിന്ന് നമ്മൾ 5.14 EV അയണൈസേഷൻ എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് സോഡിയം പ്ലസും ഒരു ഇലക്ട്രോണും എമിറ്റ് ചെയ്യുന്ന രീതിയിലാക്കാൻ പറ്റും. ഇനി ക്ലോറിൻ ആറ്റം നമുക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ ഗ്യാസ് മൈനസ് ഗ്യാസ് Cl മൈനസും, അപ്പോൾ അവിടെ ഇലക്ട്രോൺ അഫിനിറ്റി ആയിട്ട് 3.61 ഇലക്ട്രോൺ വോൾട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി സപ്പോസ് നമുക്ക് സോഡിയം പ്ലസ് എന്ന് പറയുന്ന അയോണും ക്ലോറിൻ മൈനസ് എന്ന് പറയുന്ന അയോണും കൂടെ കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന അയോണിക് ക്രിസ്റ്റൽ ആകുമ്പോൾ അവിടെ കൊഹിസീവ് എനർജി ആയിട്ട് 7.9 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്. അതായത് ഇതിന് തിരിച്ച് നമ്മൾ സോഡിയം പ്ലസും Cl മൈനസും ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7.9 ഇലക്ട്രോൺ വോൾട്ട്. നമ്മൾ കൊഹിസീവ് എനർജി മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ദ എനർജി പെർ മോളിക്കുലാർ യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ഓഫ് NaCl ഈസ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.9 പ്ലസ് 3.6 മൈനസ് 5.1 വരും. So that is equal to 6.4 electron volt, lower than the energy of the separated neutral atom. Separated neutral atomത്തിനേക്കാളും എനർജി കുറവാണ്. അപ്പോൾ therefore the lattice energy with the separated ion is 7.9 electron volt. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോൺഫിഗറേഷനിൽ സെപ്പറേറ്റഡ് അയോൺസിൻ്റെ എനർജി 7.9 ഇലക്ട്രോൺ വോൾട്ടും ക്രിസ്റ്റൽ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൻ്റെ എനർജി ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6.4 ഇലക്ട്രോൺ വോൾട്ടാണ്. അതുകൊണ്ട് സോഡിയം ക്ലോറൈഡ് ഈസ് എ സ്റ്റേബിൾ സ്ട്രക്ചർ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോവർ എനർജി എന്ന് പറയാൻ പറ്റും നമുക്ക്. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് ഇതിൽ ഈ അയോണിക് ക്രിസ്റ്റലിൽ നടക്കുന്ന എനർജി ഇൻട്രാക്ഷൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസാണ്. അതായത് അവിടെ നടക്കുന്ന എനർജി ഇൻട്രാക്ഷൻ നമ്മൾ പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഓർ മെഡ്ലങ് എനർജി എന്ന് പറയും. അവിടെ നിങ്ങൾക്കറിയാം ദർ വിൽ ബി ലോങ് റേഞ്ച് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അയോൺസ് വിത്ത് ചാർജ് പ്ലസ് ഓർ മൈനസ് Q ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ആൻഡ് ദിസ് വാല്യൂ ഈസ് ഗിവൺ ബൈ പ്ലസ് ഓർ മൈനസ് Q²/R ഇൻ CGS വാല്യൂസ്. അതായത് പ്ലസ് അയോണും മൈനസ് അയോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അത് ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. അതിൻ്റെ വാല്യൂ ആണ് Q²/R എന്ന് പറയുന്നത്. ഇനി അയോൺസ് നോക്കിക്കഴിഞ്ഞാൽ അയോൺസ് അറേഞ്ച് ദംസെൽസ് ഇൻ ക്രിസ്റ്റൽ സ്ട്രക്ചർ which gives the strongest attractive interaction compatible with the repulsive interaction at a short range distance between ion cores. ഈ അയോൺസ് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഏറ്റവും കോമ്പാറ്റിബിൾ ആയിട്ട് സ്ട്രോങ്ങസ്റ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്യുക. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. സപ്പോസ് നമ്മൾ 2 അയോൺസ് അടുത്ത് വരുമ്പോൾ അതിൻ്റെ കോർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നർ കോറിൽ പ്രോട്ടോൺസ് ആണ് വരുന്നത് ന്യൂക്ലിയസിൽ. ഈ പ്രോട്ടോൺസും അടുത്ത ക്ലോറിൻ ആറ്റത്തിൻ്റെയും ഇന്നർ കോറിൽ എന്തുണ്ട്? പ്രോട്ടോൺസ് വരുന്നുണ്ട്. ഈ പ്രോട്ടോൺസ് എന്ത് വരും? റിപ്പൽഷൻ വരാനുള്ള. അപ്പോൾ ഈ റിപ്പൽഷനും അതിനെ ഓവർകം ചെയ്തിട്ട്
ഒരു അട്രാക്റ്റീവ് സ്ട്രക്ചർ ആവുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് സിസ്റ്റം പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. റിപ്പൽസീവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അയോൺസ് with inert gas configuration are similar to those between inert gas atoms. അതിൻ്റെ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പോലെ തന്നെ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷനാണ് വരുന്നുണ്ടാവുക. ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ്റെ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ ഒരു ഫാക്ടർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, B/R⁻12 എന്ന് പറയുന്ന ടേം, അത്രയൊരു ടേമിൻ്റെ അതേ ഓർഡറിലായിരിക്കും റിപ്പൽസീവ് ഇൻട്രാക്ഷൻ വരുന്നത്. ആൻഡ് വാൻ ഡെർ വാൾസ് അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഇൻ അയോണിക് ക്രിസ്റ്റൽസ് മേക്സ് എ സ്മോൾ കോൺട്രിബ്യൂഷൻ ടു ദ കൊഹീസീവ് എനർജി ഇൻ അയോണിക് ക്രിസ്റ്റൽസ്. ഇനി ഇനേർട്ട് ഗ്യാസ് കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാൻ ഡെർ വാൾസ് അട്രാക്ഷൻ ഉണ്ട്. അത് ഈ അയോണിക് ക്രിസ്റ്റൽസിൻ്റെ കേസിൽ കൊഹീസീവ് എനർജിയിലേക്ക് ചെറിയൊരു കോൺട്രിബ്യൂഷനെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ കേസിൽ ദ മെയിൻ കോൺട്രിബ്യൂഷൻ ടു ദ ബൈൻഡിങ് എനർജി ഓഫ് അയോണിക് ക്രിസ്റ്റൽസ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഈസ് കോൾഡ് മേഡ്ലൈൻ എനർജി. അതിൽ ഈ അയോണിക് ക്രിസ്റ്റൽസിൻ്റെ ബൈൻഡിങ് എനർജിയിലേക്ക് മേജർ കോൺട്രിബ്യൂഷൻ വരുന്നത് അത് വാൻ ഡെർ വാൾസിന്നോ അതുപോലെ റിപ്പൽസീവ് ഫോഴ്സിന്നോ അല്ല, അത് മേഡ്ലൈൻ എനർജി എന്നാണ് വരുന്നത്, ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ എനർജിയുടെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇഫ് UIJ ഈസ് ദ ഇൻട്രാക്ഷൻ എനർജി ബിറ്റ്വീൻ അയോൺസ് INJ, കുറേ അയോൺസിലൊരു സിസ്റ്റത്തിൽ INJ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എനർജി UIJ ആണെങ്കിൽ ടോട്ടൽ എനർജി UI വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ ഓഫ് J പ്രൈം വെർ UIJ ദാറ്റ് ഈസ് ഓൾ എക്സെപ്റ്റ് I ഈസ് ഈക്വൽ ടു J. I ഈസ് ഈക്വൽ ടു J എടുക്കാൻ പറ്റില്ല, കാരണം I ഈക്വൽ ടു J എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം അയോൺസിൻ്റെ കേസ് വരും. അത് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ പേഴ്സും നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പ്രൈം ഓവർ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഈ UIJൻ്റെ എക്സ്പ്രഷൻ CGS യൂണിറ്റിൽ തരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ലാംഡ എക്സ്പോണൻഷ്യൽ മൈനസ് RIJ ഡിവൈഡഡ് ബൈ റോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ പ്ലസ് ഓർ മൈനസ് Q²/RIJ. അതായത് ഇവിടെ ഈ പ്ലസ് ഓർ മൈനസ് Q²/RIJ എന്ന് പറയുന്നത് നമ്മളെ കുളം ഇൻട്രാക്ഷൻ എനർജിയാണ്. ദെൻ ദ ഫസ്റ്റ് വൺ ഈസ് സെൻട്രൽ ഫീൽഡ് റിപ്പൽസീവ് പൊട്ടൻഷ്യൽ. The first term is known as the central field repulsive potential. The lambda is known as the strength and the rho is known as the range. ഏത് കേസിൽ ഇൻസ്റ്റെഡ് ഓഫ് R⁻² in 12 in the case of, അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് മൈനസ് നമ്മൾ B/R⁻12 പറഞ്ഞില്ലേ, ആ റിപ്പൽഷന് പകരം ഇവിടെ ഉണ്ടാകുന്നത് കുറച്ചും കൂടെ ഒരു എക്സ്പോണൻഷ്യൽ വാല്യൂ ആണ് റിപ്പൽസീവ് ഫോഴ്സിന് വരുന്നത്, സെൻട്രൽ ഫീൽഡ് റിപ്പൽസീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദ റിപ്പൽസീവ് ടേം ഡിസ്ക്രൈബ്സ് ദ ഫാക്ട് ദാറ്റ് ഈച്ച് അയോൺ റെസിസ്റ്റ് ഓവർലാപ്പ് വിത്ത് ദ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നൈബറിങ് അയോൺസ്. ഈ ഒരു റിപ്പൽസീവ് ടേം വന്നുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഈ ഓരോ അയോണും അടുത്ത അയോണിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനായിട്ടുള്ള ഒരു ഓവർലാപ്പിനെ ഇത് ഒഴിവാക്കും. അപ്പം രണ്ട് പോസിറ്റീവാനും നെഗറ്റീവാനും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, ഈ റിപ്പൽഷൻ വരുന്നതുകൊണ്ട്, ഈ അയോൺ റിപ്പൽഷൻ കോർ റിപ്പൽഷൻ വരുന്നതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻസ് നൈബറിങ് അയോൺസിൻ്റെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഓവർലാപ്പിനെ അത് റെസിസ്റ്റ് ചെയ്യും. അതായത് അയോൺസും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലാവുന്ന കേസിൽ എന്തുണ്ടാവുള്ളൂ, ഇതിനൊരു മിനിമം പൊട്ടൻഷ്യൽ എനർജി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൽ നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലാണെങ്കിൽ അതിൽ നോക്കുകയാണെങ്കിൽ അത് റെഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ RIJ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല എന്തിൻ്റെ UIൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ നമുക്ക് ഈ ക്വാണ്ടിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം സപ്പോസ് നമ്മൾ ഈ UIJൻ്റെ എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് R എന്ന് പറയുന്ന വാല്യൂ ക്വാണ്ടിറ്റി റോ എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വെൻ R ഈസ് ഈക്വൽ ടു റോ, ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം വെൻ R ഈസ് ഈക്വൽ ടു റോ വാല്യൂ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ്പോണൻഷ്യൽ -1 എന്ന് പറയും. എക്സ്പോണൻഷ്യൽ -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഡ ബൈ E എന്ന് പറയാൻ പറ്റും നമുക്ക്. R 0 ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു U ഈസ് ഈക്വൽ ടു ലാംഡ. എക്സ്പോണൻഷ്യൽ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ലാംഡ എന്ന് വരും. സോ ഫസ്റ്റ് വണ്ണിൻ്റെ കേസിൽ എക്സ്പോണൻഷ്യൽ -1 ആണ്, അതായത് 1/E എന്ന് വരും. സെക്കൻഡ് കേസിൽ U ഈസ് ഈക്വൽ ടു ലാംഡ എന്ന്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ലാംഡയുടെ വേണമെങ്കിൽ ഒരു ഡെഫിനിഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി as long as the reference ion in the crystal is not near the surface, we can neglect surface effects and total lattice energy is given by.
അപ്പോൾ ഇതിൽ നമുക്ക് വേറെയും കുറേ എനർജികൾ വരുന്നുണ്ട്. റഫറൻസ് അയോൺസ് ക്രിസ്റ്റലിൻ്റെ സർഫസിലാണെങ്കിൽ ഒരു സർഫസ് ഇഫക്ട്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇന്നും കൂടുതൽ നമ്മൾ ഇക്വേഷന് കോംപ്ലിക്കേറ്റഡ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സർഫസ് ഇഫക്ട്സ് നെഗ്ലക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ടോട്ടൽ ലാറ്റിസ് എനർജി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ യു ടോട്ടൽ വിൽ ബി ഈക്വൽ ടു n, if there are n molecules in the crystal, then u total will be equal to n into ui ആയിരിക്കും. u total will be equal to n into ui, where ui is equal to summation over all the pairs we have to consider with except i is equal to j. ഇവിടെ n molecules ഉണ്ടെന്ന് പറയുമ്പം 2n അയോൺസ് ഉണ്ടായിരിക്കും. n മോളിക്യൂൾസിന് ഓരോ കേസിലും 2 അയോൺസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് 2n അയോൺസ് ഉണ്ടാവും. ആൻഡ് വി ഹാവ് ടു കൗണ്ട് ഈച്ച് പെയർ ഓൺലി വൺസ്. So total lattice energy is the energy required to separate the crystal into individual ions at an infinite distance apart. ലാറ്റിസ് എനർജി നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്താണ് കൊഹീസീവ് എനർജി പറഞ്ഞ കൂട്ടത്തിൽ. അപ്പം ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ദ crystal into individual ions at an infinite distance apart. It is something slight difference from the cohesive energy. നമ്മൾ കൊഹീസീവ് എനർജി പറയുമ്പം അവിടെ എന്താണ്, ഒരു ക്രിസ്റ്റലിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ന്യൂട്രൽ ഫ്രീ ആറ്റംസ് ആക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് അയോണിക് ക്രിസ്റ്റൽസിൻ്റെ കേസിൽ ആദ്യം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അയോൺസ് ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയോൺസ് ആവാനുള്ള എനർജിയാണ് ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. കൊഹീസീവ് എനർജി എന്ന് പറയുന്നെങ്കിൽ ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ന്യൂട്രൽ ആറ്റംസ് ആയിട്ട് മാറ്റാനുള്ള എനർജിയാണ്. അപ്പോൾ അയോണിക് ക്രിസ്റ്റൽസിൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും ഡീൽ ചെയ്യേണ്ടി വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ലാറ്റിസ് എനർജി എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയാണ്. ലെറ്റ് ആർ ഐ ജെ ഈസ് ഈക്വൽ ടു, ഈ ഡിസ്റ്റൻസിന് നമ്മൾ റോ ഐ ജെ ഇൻറ്റു ആർ എന്ന് എഴുതാൻ പറ്റും. അതായത് നിയറസ്റ്റ് നൈബറിൻ്റെ സെപ്പറേഷൻ്റെ ടേംസിൽ നമ്മൾ ഓരോ ഡിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വയ്ക്കാം. അപ്പോൾ ഇവിടെ യു ഐ ജെ എന്നുള്ള എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം, മൈനസ് ലാംഡ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് ആർ സ്മോൾ ഐ ജെ ഡിവൈഡഡ് ബൈ റോ ആണ്. അതിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ സ്മോൾ ആർ ഐ ജെ നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ ടേംസിൽ, ആർ എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ ഇൻറ്റു റോ ഐ ജെ ഡിവൈഡഡ് ബൈ റോ എന്ന് വരും. ദെൻ മൈനസ് ക്യൂ സ്ക്വയർ ബൈ ആർ ഐ ജെ ഈസ് ദർ, ദാറ്റ് ബിക്കംസ് മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ റോ ഐ ജെ ഇൻറ്റു ആർ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത കേസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എനർജി മൈനസ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്തു ഇലക്ട്രോസ്റ്റാറ്റിക് എനർജീൻ്റെ, അതായത് കുളം എനർജിയുടെ അട്രാക്റ്റീവ് കേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ക്രിസ്റ്റൽസിൽ മിക്കവാറിലും നമുക്ക് ഒന്ന് പോസിറ്റീവ് അയണാണെങ്കിൽ ഒന്നെന്താണ് നെഗറ്റീവ് അയണാണ് വരുന്നത്. സോ ദ എനർജി ഈസ് നെഗറ്റീവ്. ഇഫ് യു ഇൻക്ലൂഡ് റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഓൺലി എമംഗ് നിയറസ്റ്റ് നൈബേഴ്സ്, അപ്പം നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ മാത്രം റിപ്പൾസീവ് ഇൻട്രാക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്ത് വരും, ലാംഡ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് ആർ ബൈ റോ എന്ന് വരും. ഇവിടെ റോ ഐ ജെ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് ആണ്. ഫസ്റ്റ് നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ നിയറസ്റ്റ് നൈബർ മാത്രം എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേംസ്, എല്ലാ ടേംസും നമുക്ക് വേണ്ടി വരില്ല. നമുക്ക് ഏത് ടേംസ് മാത്രമേ വരുള്ളൂ, ഒറ്റ ടേം മാത്രമേ വരുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് ആർ ബൈ റോ മൈനസ് ക്യൂ സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന ടേം കിട്ടും ഫോർ നിയറസ്റ്റ് നൈബേഴ്സ്. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ബൈ റോ ഐ ജെ ക്യൂ സ്ക്വയർ ബൈ ആർ അതർവൈസ്. ഇൻ ദാറ്റ് കേസ് നമുക്ക് ആ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ കേസിൽ മാത്രം നമ്മൾ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ എടുക്കുന്നു. ബാക്കിയുള്ള കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, റിപ്പൾസീവ് ഇൻട്രാക്ഷനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഫസ്റ്റ് എക്സ്പ്രഷനിലാണ്. അതായത് നിയറസ്റ്റ് നൈബറിൻ്റെ കേസിൽ നമുക്ക് റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഉണ്ട്. സോ യു ടോട്ടൽ വിൽ ബി ഈക്വൽ ടു എൻ യു ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ദെൻ ഈ യു ഐ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യു കാൽക്കുലേറ്റ് ചെയ്യുന്ന സമ്മേഷൻ ഓവർ ജെ പ്രൈം യു ഐ ജെ ഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് പറയുന്ന കേസാണ് നമ്മൾ എടുക്കുന്നത്. ഓൾ എക്സെപ്റ്റ് ഐ ഈസ് ഈക്വൽ ടു ജെ. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു സെഡ് ഇൻറ്റു ലാംഡ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് ആർ ബൈ റോ മൈനസ് ആൽഫ ക്യൂ സ്ക്വയർ ബൈ ആർ ആണ്. അവിടെ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് ഓഫ് എനി
അയോൺ. എത്ര നിയറസ്റ്റ് നൈബർ ഉണ്ട് അത്രയും ആഡീഷനാണ് വരുന്നുണ്ടാവുക. ആൻഡ് ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ നിയറസ്റ്റ് നൈബേഴ്സ്, ഓൾ നിയറസ്റ്റ് നൈബേഴ്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അത്രയും UI എന്ന് പറയുന്ന ടേമിൽ എന്ത് വരും, എത്ര ഐയും ഐക്ക് അത്രയും പെയേഴ്സ് വരും നമ്മൾ നിയറസ്റ്റ് നൈബർ നോക്കും. അപ്പോൾ 3 നിയറസ്റ്റ് നൈബർ ഉണ്ടെങ്കിൽ 1 to 2, 1 to 3, 1 to 4 അങ്ങനെ 3 കേസ് വരും. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ് നമ്മൾ Z എന്ന് പറയുന്ന പാരാമീറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ടേമിൽ നമുക്ക് എന്ത് വേണം, ഈ ആൽഫ എന്ന് പറയുന്ന പാരാമീറ്ററിൽ നമ്മൾ എടുക്കുന്നത് സിഗ്മ ജെ പ്രൈം പ്ലസ് ഓർ മൈനസ് ഡിവൈഡഡ് ബൈ PIJ. PIJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് എന്ത് വരുന്നത്, PIJ റോ IJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ IJനെ നമുക്ക് ഓരോ കേസിലും അതിൻ്റെ റേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ്. ഈ ഒരു ടേമിനെയാണ് നമ്മളെന്ത് പറയുന്നത്, മെയ്ഡ്ലാൻഡ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു ഈ ആൽഫ കോൺട്രിബ്യൂഷൻ നമ്മൾ എടുക്കുമ്പോൾ N ഇൻറ്റു സമ്മേഷൻ ഓവർ J. ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു UI ഓഫ് ദ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ അത് എന്താണ് കിട്ടുന്നത്, സമ്മേഷൻ ഓവർ J പ്രൈം ദെൻ വി ഹാവ് UI. ഈ ഒരു ടേം Q2 UIJ ആണ് ടോട്ടൽ ജനറൽ എക്സ്പ്രഷൻ. UI ഈസ് ഈക്വൽ ടു സമ്മേഷൻ J പ്രൈം UIJ. ഇവിടെ ഏതിൻ്റെയൊക്കെ വരും, ഫസ്റ്റ് ടേം നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡ് ടേം ഈ Q2/RIJൻ്റെ എല്ലാ ടേംസും വരും, നിയറസ്റ്റ് നൈബേഴ്സ് വരുന്ന എല്ലാ കേസും. അപ്പോൾ ആ ഒരു നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യിക്കാനാണ് നമ്മൾ ഇവിടെ സമ്മേഷൻ ആൽഫ എന്ന് പറയുന്ന പാരാമീറ്റർ കൊടുക്കുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു സമ്മേഷൻ J പ്രൈം plus or minus divided by rho IJ. The sum should include the nearest neighbor's contribution. Now, അപ്പോൾ നമുക്ക് ന്യൂ എക്സ്പ്രഷൻ ഫോർ U total by considering the nearest neighbors we have n into z into lambda into exponential minus r by rho minus alpha q² by r ആണ്. അവിടെ ആൽഫ എന്ന് പറയുന്ന പാരാമീറ്ററാണ് നമ്മൾ മെയ്ഡ്ലാൻഡ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കറിയാം ഇക്വിലിബ്രിയം സെപ്പറേഷനിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. സോ du/dr വിൽ ബി ഈക്വൽ ടു 0. ദാറ്റ് r ഇസ് ദ നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്. ഇതിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും, NUI ആണ്. അതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ NDUI/dr എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NZ ലാംഡ ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, അതിനെ ബൈ എക്സ്പോണൻഷ്യലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ തന്നെയാണ് മൈനസ് r by rho. ദെൻ അഗെയിൻ ഒരു മൈനസ് വരും 1 by rho. സോ ദാറ്റ് എക്സ്പ്രഷൻ ബിക്കംസ് മൈനസ് NZ ലാംഡ ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് r by rho പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ആൽഫ N Q²/R. മൈനസ് ആൽഫ N Q² കോൺസ്റ്റൻ്റ് ആണ്. ദെൻ മൈനസ് 1/r-ൻ്റെത് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 1/r² എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ടേം 0 ആവണമെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ടേംസും നമുക്ക് ഈക്വൽ ടു ആയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് മൈനസ് NZ ലാംഡ ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് r by rho ഈസ് ഈക്വൽ ടു മൈനസ് N ആൽഫ Q²/R². അപ്പോൾ അതൊന്ന് നമുക്ക് എന്നും എന്നും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് വരുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ is there Z by rho exponential minus r by rho is equal to then രണ്ട് സൈഡിലും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. സോ ആൽഫ Q²/R². അവിടെ അറ്റ് r ഈക്വൽ ടു R0 ആണ്. അപ്പോൾ നമ്മൾ എല്ലാ r-ന് പകരം R0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നമ്മൾ ഒരു എക്സ്പ്രഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R² ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് R0/λ വിൽ ബി ഈക്വൽ ടു നമുക്കിവിടെ എന്ത് ടേം വരും, ആൽഫ Q², ഈ റോ ഇങ്ങോട്ട് വരും, റോ ഇൻ ദ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ Z ലാംഡ എന്ന് വരും. So this is the expression for R0² exponential minus R0/λ rho. And then where R0 you know it is the equilibrium separation. And for SI നമ്മളിവിടെ ഒക്കെ എടുത്തിരിക്കുന്നത് Q²/R എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് CGS-ലാണ്, അല്ലെങ്കിൽ നമുക്കൊരു 1/4πε0 എന്ന് പറയുന്ന ഒരു ടേം വേണ്ടി വരും. ഇനി ഇതിൽ നമ്മൾ എക്സ്പോണൻഷ്യൽ മൈനസ് R0/rho കാണുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു റോ ഇൻറ്റു ആൽഫ ഇൻറ്റു Q²/λ Z ലാംഡ ഡിവൈഡഡ് ബൈ R0² എന്ന് വരും. ഇതാണ് എക്സ്പോണൻഷ്യലിൻ്റെ വാല്യൂ എക്സ്പ്രഷൻ. ഇത് നമ്മളെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ U ടോട്ടലിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. U ടോട്ടലിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ N ഈസ് ഔട്ട്സൈഡ് Z ലാംഡ എക്സ്പോണൻഷ്യൽ മൈനസ് r by rho മൈനസ് ആൽഫ Q².
ബൈ ആർ എന്ന് വരും. അവിടെ നമുക്ക് ഈ കേസിൽ എക്സ്പോണൻഷ്യൽ മൈനസ് R0 അറ്റ് ഇക്വിലിബ്രിയം പൊസിഷനിൽ നമുക്ക് NZ ലാംഡ ദെൻ എക്സ്പോണൻഷ്യൽ മൈനസ് R ബൈ റോ ഒക്കെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? റോ ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ Z ലാംഡ മൈനസ് അഗെയിൻ ആൽഫ ക്യൂ സ്ക്വയർ ബൈ R0 എന്ന് വരും. സോ യു ക്യാൻ ടേക്ക് മൈനസ് N ആൽഫ ക്യൂ സ്ക്വയർ ബൈ R0 ഔട്ട്സൈഡ്. ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് ഒക്കെ കണ്ടുവല്ലോ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻറ്റു 1 മൈനസ് റോ ബൈ R0 എന്ന് എഴുതി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഇവിടെ ഫസ്റ്റ് ടേം മൈനസ് ആണ്. മൈനസ് നമ്മൾ ഔട്ട്സൈഡ് എടുത്തുകൊണ്ട് മൈനസ് ടേം മൈനസ് N ആൽഫ ക്യൂ സ്ക്വയർ ബൈ R0. സെക്കൻഡ് ടേം മൈനസ് ഓഫ് മൈനസ് വരുമ്പം പ്ലസ് ടേം ആയിട്ട് മാറും. സോ ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ടോട്ടൽ എനർജിയിൽ ഫസ്റ്റ് ടേം അട്രാക്റ്റീവ് കേസിനും സെക്കൻഡ് ടേം ഏതിനും ഡിനോട്ട് ചെയ്യുന്നുണ്ട്? സെക്കൻഡ് ടേം ഡിനോട്ട് ചെയ്യുന്നത് അതിൻ്റെ റിപ്പൽസീവ് ഫോഴ്സാണ്, റിപ്പൽസീവ് എനർജിയാണ്. ഫസ്റ്റ് ടേം അട്രാക്റ്റീവ് എനർജിയാണ്, സെക്കൻഡ് ടേം റിപ്പൽസീവ് എനർജി. അതിൽ അട്രാക്റ്റീവ് എനർജി പാർട്ട് അതിനെ നമ്മൾ പറയുന്നത് മെയ്ഡ്ലൈൻ എനർജി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ആക്ച്വലി അത് നമ്മളെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി തന്നെയാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻസ് ഒന്ന് മാറ്റിയെന്നുള്ളൂ. ഫോർ ഓൾ പെയേഴ്സ് ഓഫ് ആറ്റം കൺസിഡറിങ് ദ കേസ് ഓഫ് നിയറസ്റ്റ് നൈബർ ആറ്റം, നിയറസ്റ്റ് നൈബർ മോളിക്യൂൾസ്. പിന്നെ റോൻ്റെ വാല്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.1 R0 ആണ്. 0.1 R0 ആകുമ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ടേം നമ്മൾ റിപ്പൽസീവ് ടേം എന്ന് പറയുന്നത് അത് എന്ത് വരും? 0.1 R0 ബൈ R0. സോ 0.1 വരും. അതായത് ആദ്യത്തെ ടേം അട്രാക്റ്റീവ് ടേമും N ആൽഫ ക്യൂ സ്ക്വയർ ബൈ R0 ഉണ്ടെങ്കിൽ റിപ്പൽസീവ് ടേം എന്ന് പറയുന്നുണ്ടെങ്കിൽ N ആൽഫ ക്യൂ സ്ക്വയർ ബൈ R0 ഇൻറ്റു ഒരു 0.1 കൂടി വരും. അതായത് റിപ്പൽസീവ് ഇൻട്രാക്ഷൻ ഈസ് എ വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. റിപ്പൽസീവ് ഇൻട്രാക്ഷൻ ഹാസ് എ വെരി ഷോർട്ട് റേഞ്ച് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അയണിക് ക്രിസ്റ്റൽ കൺസിഡർ ചെയ്തു. അതിൽ അതിൻ്റെ റിപ്പൽസീവ് ഫോഴ്സും അട്രാക്റ്റീവ് ഫോഴ്സും കൺസിഡർ ചെയ്തു. റിപ്പൽസീവ് ഫോഴ്സിന് B/R⁴ അല്ലാത്തൊരു എക്സ്പ്രഷൻ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കി. അതായത് റിപ്പൽസീവ് ഫോഴ്സ് ആ ഒരു ടൈപ്പ് റിപ്പൽസീവ് ഫോഴ്സ് നമ്മൾ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ഒബേ ചെയ്യുന്ന കേസാണ്. അപ്പോൾ അത് ഇവിടെ അപ്ലിക്കബിൾ അല്ല. അത് ആ ഒരു എനർജി കേസ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്യുന്ന റിപ്പൽസീവ് ഫോഴ്സിൻ്റെ ടേമിന് നമ്മൾ സെൻട്രൽ ഫീൽഡ് റിപ്പൽസീവ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ കേസ് മാത്രം കൺസിഡർ ചെയ്തിട്ട് ഈ ടോട്ടൽ എനർജി ഇവാലുവേറ്റ് ചെയ്തു. ഫോർ N മോളിക്യൂൾസ് വരുന്ന ഒരു ക്രിസ്റ്റൽസിൻ്റെ കേസിൽ ടോട്ടൽ എനർജി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു ബൈ കൺസിഡറിംഗ് ദ നിയറസ്റ്റ് നൈബേഴ്സ്. ഇൻ ദാറ്റ് കേസ് വി ഹാവ് ഗോട്ട് ദ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി as one term which is an attractive term and the second one as the repulsive term. The first attractive term is the Maudlin energy എന്ന് പറയുന്നത്. ആ മെയ്ഡ്ലൈൻ എനർജി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളതിന് ആ ഇവാലുവേഷന് മുമ്പ് നമ്മൾ എന്ത് കൊടുത്തു? അവിടെ ഒരു ആൽഫ എന്ന് പറയുന്ന പാരാമീറ്ററിനെ നമ്മൾ ഈ മെയ്ഡ്ലൈൻ കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്തു. നെക്സ്റ്റ് അവർ എയിം ഈസ് ടു കാൽക്കുലേറ്റ് ദ മെയ്ഡ്ലൈൻ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ മെയ്ഡ്ലൈനിൻ്റെ കോൺസ്റ്റൻറ്റിൻ്റെ ഇവാലുവേഷൻ ഫസ്റ്റ് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ മെയ്ഡ്ലൈൻ ആണ്. സോ ദാറ്റ് കോൺസ്റ്റൻറ്റ് ആൽഫ ഈസ് ടേംഡ് ആസ് മെയ്ഡ്ലൈൻ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഒരു ലാറ്റിസ് സം കാൽക്കുലേഷൻ നടത്തിയിട്ടുള്ളത് ഇവാൾഡ് ആണ്. നമുക്ക് കാൽക്കുലേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൽഫ ഈസ് ഈക്വൽ ടു സിഗ്മ ജെ പ്രൈം പ്ലസ് ഓർ മൈനസ് റോ ഐ ജെ ആണ്. ടു ഗിവ് എ സ്റ്റേബിൾ ക്രിസ്റ്റൽ ആൽഫ ഷുഡ് ബി പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും. ആൽഫ ഷുഡ് ബി പോസിറ്റീവ്. അവിടെ ഒരു പോസിറ്റീവ് ഇട്ടിട്ടുണ്ട് ഫ്രം ഇക്വേഷൻ 2. ഇക്വേഷൻ നമ്മളിപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ 2ന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം അട്രാക്റ്റീവും സെക്കൻഡ് ടൈം റിപ്പൽസീവ് ആവണമെങ്കിൽ ഇവിടെ ആൽഫ എന്തായിരിക്കണം? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളൊരു കൺക്ലൂഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയ്ഡ്ലൈൻ എനർജി നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തത് എന്തായിട്ടുണ്ടാവുള്ളൂ? ഇവിടെ അത് അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടാണ്. The plus sign will apply to positive sign and the minus sign is applicable to the negative sign. In the alpha case, although whatever be the value, total value is positive and the plus value and minus value is there. Plus value it is applied to positive ions and minus sign to negative ions. ആ കേസിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? ഇത് ഫസ്റ്റ് ടേം നമുക്ക് അട്രാക്റ്റീവും സെക്കൻഡ് ടേം നമുക്ക് റിപ്പൽസീവും ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ പ്ലസ് സൈനും നെഗറ്റീവ് സൈനും അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഒരു സെൻറ്റൻസ് വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കൂടെ മാർക്ക് ചെയ്യുക. പ്ലസ് സൈൻ വിൽ അപ്ലൈ ടു പോസിറ്റീവ് അയോൺസ് ആൻഡ് മൈനസ് സൈൻ വിൽ ബി അപ്ലൈ ടു നെഗറ്റീവ് അയോൺസ് അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് ഇഫ് ടേക്ക് ദ റെഫറൻസ് അയോൺ ആസ് എ നെഗറ്റീവ് ചാർജ്.
പിന്നെ റഫറൻസ് അയോൺ നമ്മൾ എടുക്കുന്നത് നെഗറ്റീവ് ചാർജ് ആണെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന സൈൻ കൺവെൻഷൻ ഒബേ ചെയ്യുന്നത്. പ്ലസ് സൈന് പോസിറ്റീവ് അയോൺസിനും മൈനസ് സൈന് നെഗറ്റീവ് അയോൺസിനും ആയിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇനി നമ്മളിതിൻ്റെ ഇവാലുവേഷനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ ഇവിടെ RIJക്ക് നമ്മളൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. RIJ ഇൻ ടേംസ് ഓഫ് നിയറസ്റ്റ് നെയ്ബർ ഡിസ്റ്റൻസ് ROIJ ഇൻറ്റു R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ROIJക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ROIJ വിൽ ബി ഈക്വൽ ടു RIJ ഡിവൈഡഡ് ബൈ R എന്ന് പറയാൻ പറ്റും. സോ ആൽഫ ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സമ്മേഷൻ J പ്രൈം പ്ലസ് ഓർ മൈനസ് ഡിവൈഡഡ് ബൈ RJ, where RJ is the distance of the jth ion from the reference ion and R is the nearest neighbor distance. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മളൊരു റെഫറൻസ് അയോണ് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു പ്ലസ് മൈനസ്, അതിൻ്റെ പ്ലസും മൈനസും തമ്മിലുള്ള സെപ്പറേഷൻ ക്യാപിറ്റൽ ആർ, നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് ആണ്, അത് ക്യാപിറ്റൽ R ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കിതിൻ്റെ R ഡിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആൽഫ ബൈ R ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ ഓവർ J പ്രൈം നമുക്ക് കണ്ടീഷൻ ഉണ്ട്. പ്ലസ് സൈൻ നമ്മൾ എടുക്കേണ്ടത് പോസിറ്റീവ് അയൺസിനും മൈനസ് സൈന് നെഗറ്റീവ് അയൺസിനും എടുക്കുക. അപ്പോൾ ആദ്യം റെഫറൻസ് സൈൻ എടുക്കുമ്പോൾ ഒരു സൈഡിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് പ്ലസ് അയോണാണ്. സോ അത് 1/R എന്ന് എഴുതാൻ പറ്റും നമുക്ക്. 1/RJ എന്ന് പറയുന്നത് ഈ സമ്മേഷൻ ഓവർ J പ്രൈം പ്ലസ് ഓർ മൈനസിൽ പ്ലസ് നമ്മൾ സെലക്ട് ചെയ്തു. RJ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണ്. ഇനി അടുത്ത ഡിസ്റ്റൻസ് അടുത്ത് നെഗറ്റീവ് അയോണാണ്. നെഗറ്റീവ് അയോൺ വരുമ്പോൾ അത് മൈനസ് സൈനാണ്. ദെൻ 1/2R അടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ R പ്ലസ് R 2R ആയിട്ട് മാറിയിട്ടുണ്ട്. എഗെയിൻ അടുത്ത സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ആണ് 1/3R. അങ്ങനെ രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്. റെഫറൻസ് അയോണിൻ്റെ രണ്ട് സൈഡിലേക്കും വരുന്നതുകൊണ്ട് നമുക്ക് 2 ടൈംസ് ആൽഫ ബൈ R വിൽ ബി ഈക്വൽ ടു 2 ടൈംസ് 1/R മൈനസ് 1/2R പ്ലസ് 1/3R മൈനസ് 1/4R പ്ലസ് എക്സെട്ര എഴുതാം. ഓർ R ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 × 1 മൈനസ് 1/2 പ്ലസ് 1/3 പ്ലസ് മൈനസ് എക്സെട്ര. അത് നമുക്കൊരു സീരീസ് ln ഓഫ് 1 പ്ലസ് എക്സ് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് റൈസ് ടു 4/4 ആണ്. അത് നമ്മൾ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ദ വാല്യൂ വിൽ ബിക്കം 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 എക്സെട്ര. ദർഫോർ ആൽഫ ഈസ് ഈക്വൽ ടു 2 × ln ഓഫ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ln 2 എന്ന് എഴുതാൻ പറ്റും. സോ ദ വാല്യൂ ഓഫ് ആൽഫ ഈസ് 2 ln 2 എന്ന് പറയാൻ പറ്റും നമുക്ക്. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ദി മെഡ്ലൈൻ കോൺസ്റ്റൻറ്റ്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് മെഡ്ലൈൻ കോൺസ്റ്റൻറ്റ് ഫോർ 1 ഡയമെൻഷണൽ കേസാണ്. 3 ഡയമെൻഷണൽ കേസിൽ ദ സീരീസ് പ്രസൻസ് ഗ്രേറ്റർ ഡിഫിക്കൽറ്റി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റൈറ്റ് ഡൗൺ ദ സക്സസീവ് ടേം. ആൾസോ ദ സീരീസ് വിൽ നോട്ട് കൺവേർജ്. ഇപ്പോൾ 3 ഡയമെൻഷണൽ കേസിൽ അൺലെസ് ദ സക്സസീവ് ടേം ഇൻ ദ സീരീസ് ആർ terms in the series are arranged so that the contribution from positive and negative terms nearly cancel. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ കേസിൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നമുക്ക് എക്സ്പെരിമെൻ്റലി ഒബ്റ്റെയിൻ ചെയ്യാനായി പറ്റുള്ളൂ. ദെൻ നിങ്ങൾക്ക് ഇവിടെ താഴെ മെഡ്ലൈൻ കോൺസ്റ്റൻസ് ചില അയോണിക് ക്രിസ്റ്റൽസിന് കാണാൻ പറ്റും. സോഡിയം ക്ലോറൈഡിന് അത് 1.7475 എക്സെട്ര ആണ്. സീഷ്യം ക്ലോറൈഡിന് 1.76 ആണ്. സിങ്ക് സൾഫൈഡിന് 1.6381 ആണ്. അപ്പോൾ ഇവിടെ ഫിഗർ തന്നിരിക്കുന്നത് എനർജി പെർ മോളിക്യൂൾ ഓഫ് ദി പൊട്ടാസ്യം ക്ലോറൈഡ് ക്രിസ്റ്റലാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിപ്പൽസീവ് എനർജി തന്നിട്ടുണ്ട്. റിപ്പൽസീവ് എനർജിയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഡ എക്സ്പോണൻഷ്യൽ മൈനസ് R ബൈ 0.3 EV എന്ന് എഴുതിയ ടേം ദാറ്റ് ഈസ് ലാംഡ എക്സ്പോണൻഷ്യൽ മൈനസ് RIJ ഡിവൈഡഡ് ബൈ റോ എന്ന് പറയുന്ന ടേമിൽ നമുക്ക് RIJനെ ഇൻ ടേംസ് ഓഫ് നമുക്ക് നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് വാല്യൂ വരുന്നത് 2.4 × 10⁻⁴ എക്സ്പോണൻഷ്യൽ മൈനസ് R ബൈ 0.3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇവിടെ R റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് 10⁻⁸ സെൻറ്റിമീറ്ററിലാണ്. വൈ ആക്സിസിൽ എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ടാണ്. റിപ്പൽസീവ് എനർജി പോസിറ്റീവാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കുളം എനർജി അല്ലെങ്കിൽ മെഡ്ലൈൻ എനർജി ഉണ്ട് നമുക്ക്. അത് കാണിച്ചിരിക്കുന്നത് താഴെയുള്ള ഗ്രാഫാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ അതിൻ്റെ ഷേപ്പ് കണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ റിപ്പൽസീവ് എനർജി ആണെങ്കിൽ ആദ്യം അത് മാക്സിമമാണ്. ഒരു ഡിസ്റ്റൻസ് കുറയും തോറും ഒരു ഡിസ്റ്റൻസ് കൂടുന്തോറും ആ റിപ്പൽസീവ് എനർജി 0ലേക്ക് അപ്രോച്ച് ചെയ്യുക ചെയ്യുന്നത്. കുളം എനർജി ആണെങ്കിൽ ഇനീഷ്യലി കുളം അട്രാക്റ്റീവ് എനർജി ഹൈ ആണ്.
ഡിസ്റ്റൻസ് കൂടുന്തോറും എനർജി കുറയുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അത് ഏറ്റവും സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ അത് ഏറ്റവും മിനിമം എനർജി ആയിരിക്കും. അതിൻ്റെ ഷേപ്പാണ് ആ ഒരു കർവ് ഷേപ്പിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ റിപ്പൽസീവ് എനർജിയും കുളം എനർജിയും കൂടെ അല്ലെങ്കിൽ മെയ്ഡ്ലിംഗ് എനർജിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് സിസ്റ്റത്തിന് ഒരു കുളം എനർജിയാണ് റിപ്പൽസീവ് എനർജിനേക്കാളും കൂടുതൽ. സോ ഇറ്റ് വിൽ ബി എ സ്റ്റേബിൾ ക്രിസ്റ്റൽ. So there are two types of energy in the case of ionic crystal. One is the repulsive energy and the other is the Coulomb energy. അത് രണ്ടും നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷനാണ് അറ്റൈൻ ചെയ്യുന്നതെങ്കിലും ആ എനർജിനേക്കാളും ഹയർ കോൺട്രിബ്യൂഷൻ ടു അയോണിക് ക്രിസ്റ്റൽസ് വരുന്നത് ഈ രണ്ട് എനർജിയിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ മെൽറ്റിംഗ് എനർജി എന്ന് പറയുന്നത് അട്രാക്റ്റീവ് എനർജിയും റിപ്പൽസീവ് എനർജി ലാംഡ ഡിപ്പെൻഡൻസ് എക്സ്പോണൻഷ്യൽ ഡിപ്പെൻഡൻസ് വരുന്ന ഒരു എനർജിയുമാണ്. ഈ കാര്യങ്ങളാണ് നമുക്ക് അയോണിക് ക്രിസ്റ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലാറ്റിസ് എനർജിയെ പറ്റി പറയാനുള്ളത്.